ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു വെറൈറ്റി മോഡൽ അബായ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അബായയാണ്. നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്കിവിടെ വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻസ് വരുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ലൈൻസ് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ആ ലൈൻസ് താഴേക്ക് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇത് 60 ഇഞ്ച് വീതിയുടെ മെറ്റീരിയലാണ്. അത് നമ്മൾ ആ 60 ഇഞ്ച് എന്നുള്ളത് നമ്മൾ ലെങ്തിലെടുക്കുക. ലെങ്തിലെടുത്താൽ മാത്രമേ നമുക്ക് ഈ ലൈൻസ് താഴേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അബായയ്ക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 60 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിനെക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് നമ്മൾ 60 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഇവിടെ ഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട്. നമുക്ക് എന്നിട്ട് ബാക്ക് പാർട്ട് മടക്കിയിട്ടിട്ടൊന്ന് നമുക്ക് അളവുകളെല്ലാം അളന്ന് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ഇത് സെപ്പറേറ്റായി നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് പാർട്ടിനുള്ളത് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഒരു ഒഴുക്കൻ ടൈപ്പ് മെറ്റീരിയലാണിത്. നമ്മൾ പിടിക്കുന്നിടത്തൊന്നും കിട്ടത്തില്ല. ആ ടൈപ്പ് ഒരു തരം മെറ്റീരിയലാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. കറക്റ്റായിട്ട് നമുക്കിവിടെ ഷോൾഡർ 8 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് 8. അതുപോലെ നമുക്ക് അബായയ്ക്കൊക്കെ ആയതുകൊണ്ട് 8 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത്. ഇച്ചിരി ഇറങ്ങിയിട്ടാണ് ഷോൾഡർ കിടക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 7.5 കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ട്രിപ്പിൾ എക്സലായിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ 13 ഇഞ്ച് വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. നമ്മൾ നോർമലായിട്ട് ചുരിദാറിനൊക്കെ കട്ട് ചെയ്യുന്ന കൂട്ടൊക്കെ തന്നെ. അപ്പം നമ്മളിവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്ത് ഇവിടെ കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഷേപ്പ് എന്നൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. താഴെ വരെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് താഴെ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിനുള്ളത് ഞാൻ ഈ പറഞ്ഞ തൊട്ട് നമ്മൾ ഒരു 10 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ബാക്ക് പീസ് എടുത്തതിനേക്കാളും ഒരു 10 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ആ 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി നമ്മൾ നോർമലായിട്ട് എന്നിട്ട് സെൻറ്റർ ഭാഗം വെച്ച് ഇതുപോലെ മടക്കിയിടുക ഫ്രണ്ട് പാർട്ട്. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കിവിടെ ഈ 10 ഇഞ്ചൊന്ന് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്ററിൽ നിന്നാണ് നമുക്ക് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് കഴിയുമ്പോൾ 5 ഇഞ്ച് വരും. ആ 5 ഇഞ്ച് വെച്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിന് ഇപ്പുറത്തുകൂടി വേണം നമ്മൾ ബാക്ക് പാർട്ട് ഇട്ട് കൊടുക്കാൻ. ആ 5 ഇഞ്ച് ഇതുപോലെ അവിടെ കിടക്കട്ടെ. ബാലൻസ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ 5 ഇഞ്ചിന് ഇപ്പുറത്തോട്ടാണ് നമ്മൾ ഇത് ബാക്ക് പീസ് ഇട്ട് കൊടുക്കേണ്ടത്. ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ താഴെ വരെയും കറക്റ്റായിട്ട് നമുക്ക് വരാൻ പാകത്തിന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ലൈൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ താഴെ വരെ വരയ്ക്കാഞ്ഞത്. നമ്മൾ ആ കറക്റ്റ് ലൈൻസ് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ താഴെ വരെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇവിടെ എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴിയും ഷേപ്പും ബ്രസ്റ്റ് അളവും എല്ലാം നമുക്കിവിടെ കറക്റ്റായിട്ട് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ തൊട്ട് ഇതൊരു ഒഴുക്കൻ ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് പിടിച്ച് വെക്കാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മുട്ട് സെറ്റിപ്പിനോ സൂചി എന്തെങ്കിലുമൊക്കെ വെച്ച് അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് അളവുകളെല്ലാം വരച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസ് ഇതുപോലെ മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് അത് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുക.
അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്തു, ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലീവും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതാ ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് പാർട്ടിൽ നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തേക്ക് വേണം നമ്മൾ നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. നെക്ക് ഇതായതുപോലെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. 2.25 ഇവിടെ എടുത്തിട്ടുണ്ട്, അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്തും നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വളച്ച് വരച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. വളച്ച് വരച്ച് കൊടുത്ത് കറക്റ്റായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമുക്കിത് തയ്ക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് ഇവിടെ വരെയാണ് സ്റ്റിച്ചിങ് വരുന്നത്. ആ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമുക്കൊരു 25 ലെങ്തിലാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. അത് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്ക് കട്ടിങ്ങിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ മെറ്റീരിയൽ നമുക്ക് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. 2 സ്ലീവിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മടക്കിയിട്ടതിന് ശേഷം വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. കറക്റ്റ് വിഡ്ത്തിൽ നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് മതിയല്ലോ നമുക്ക് മടക്കിയിടാനായിട്ട്. അതനുസരിച്ച് നമുക്കിവിടെ മടക്കിയിടാം. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഉള്ളിലുള്ള പീസും പുറമെയുള്ള പീസും ഒക്കെ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് വേണം നമ്മളൊന്ന് മടക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ 19 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് ഒരു 24 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. അപ്പോൾ ഒരു 18 ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 19 അല്ല 18 എടുത്തിരിക്കുന്നത്. ബാലൻസ് നമുക്കൊരു പടി പോലെയാണ് വരേണ്ടത്. അത് നമുക്കിവിടെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൽ ഒരു ചെറിയ ഫ്രിൽസ് പോലൊക്കെ ഞൊറിവ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് താഴത്തെ വീതി മുകളിലത്തെ വീതിയുടെ അതേ അളവ് തന്നെ നമുക്കെടുക്കാം. എന്നിട്ട് മുകളിൽ നമുക്കിത് ഇതുപോലെ കൈക്കുഴി ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴത്തെ ഭാഗം കറക്റ്റ് അതേ അളവിൽ തന്നെ നമുക്കെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം നമുക്ക് ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. ഇതുപോലെ സെൻറ്റർ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. മുകളിലും താഴെയും നമുക്ക് സെൻറ്റർ ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. സെൻറ്റർ ഭാഗം താഴ്ഭാഗം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പടിയൊന്ന് കട്ട് ചെയ്യണം. അല്ല നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പടിയും കൂടിയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നല്ല വീതിക്കുള്ള പടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. 9 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ പടി എടുക്കുന്നത്. അപ്പോൾ അതും നമുക്കിവിടെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ കട്ട് ചെയ്താൽ അബായയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നേരെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ഇതുപോലുള്ള അബായസുകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അബായസ് മാത്രമല്ല, പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണ്, പിന്നെ കുട്ടികളുടെ പാർട്ടി വെയർ ഫ്രോക്ക് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതൊക്കെ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക. കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, യൂസ്ഫുൾ ആയെന്നായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.